ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. കഴിഞ്ഞ ദിവസം അന്തരിച്ച ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ ശ്രദ്ധേയനായ മാരിയോ വർഗീസ് യോസയുടെ ദ ടൈം ഓഫ് ദ ഹീറോ എന്ന നോവൽ അദ്ദേഹത്തിന്റെ തന്നെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പകർത്തിയതാണ്. വാസ്തവത്തിൽ സ്പാനിഷ് ഭാഷയിൽ ആ നോവലിന്റെ പേര് ദ സിറ്റി ആൻഡ് ദ ഡോഗ്സ് എന്നാണ്. കാരണം ആ നോവലിലെ കഥാപശ്ചാത്തലം നഗരവും അവിടുത്തെ നായ ജീവിതത്തിന് സമാനമായ ജീവിതാവസ്ഥയുമാണ്. ഒരുപക്ഷെ അഡോളസെൻസിനെക്കുറിച്ച് എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്പാനിഷ് അമേരിക്കൻ നോവൽ എന്ന വിശേഷണത്തിന് അർഹതപ്പെട്ടതാണ് യോസയുടെ ദ സിറ്റി ആൻഡ് ദ ഡോഗ്സ് അഥവാ ദ ടൈം ഓഫ് ദ ഹീറോ. ലിയാൻസിയോ പ്രാഡോ മിലിറ്ററി സ്കൂളിലെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് യോസ നോവലിന് പശ്ചാത്തലം കണ്ടെത്തിയത്. ഈ മിലിറ്ററി സ്കൂളിൽ നവാഗതരെ സീനിയർ കുട്ടികൾ വിശേഷിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ വിളിച്ചിരുന്നത് നായകൾ എന്നായിരുന്നു. വെറുതെ വിളിക്കുക മാത്രമല്ല, നായകളെ പരിഗണിക്കുന്നത് പോലെയായിരുന്നു ഇവരോടുള്ള സമീപനവും. അധികാരസ്ഥാനത്തിരിക്കുന്നവർ, സമ്പന്നർ എന്നിവർ സമൂഹത്തിലെ നിരാലംബരോട്, അധികാരമില്ലാത്തവരോട്, ദരിദ്ര വിഭാഗങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന പരോക്ഷ സൂചനയാണ് യോസ ഇതിലൂടെ വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, സമൂഹത്തിന്റെ റിയാലിറ്റിയിലേക്ക് വളർന്നുവരുന്ന ഒരു തലമുറയെ കൂടി യോസ നോവലിൽ വരച്ചിരുന്നു. എത്ര ക്രൂരമായാണ് മിലിറ്ററി സ്കൂൾ അധികൃതർ കുട്ടികളോട് ഇടപെട്ടിരുന്നത്. മുതിർന്ന ഗ്രേഡിലുള്ളവർ താഴ്ന്ന ഗ്രേഡിലുള്ളവരോട് ഇടപെട്ടത്. സമൂഹത്തിന്റെ പരിച്ഛേദമായി മിലിറ്ററി സ്കൂളിനെ യോസ അടയാളപ്പെടുത്തുകയായിരുന്നു. 2010 യോസയ്ക്ക് നൊബേൽ പുരസ്കാരം നൽകിക്കൊണ്ട് നൊബേൽ കമ്മിറ്റി പറഞ്ഞ വാചകങ്ങൾ നോക്കൂ. ഫോർ ഹിസ് കാർട്ടോഗ്രഫി ഓഫ് സ്ട്രക്ചേഴ്സ് ഓഫ് പവർ ആൻഡ് ഹിസ് ട്രെൻഡന്റ് ഇമേജസ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് റെസിസ്റ്റൻസ്, റിവോൾട്ട് ആൻഡ് ഡിഫീറ്റ്. വ്യക്തിയുടെ ചെറുത്തുനിൽപ്പിന്റെയും കലാപത്തിന്റെയും പരാജയത്തിന്റെയും തീക്ഷ്ണമായ ആവിഷ്കാരം എന്ന്. യോസയെ ഓർമ്മിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ രചനകളെ മുൻനിർത്തിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ റിയാലിറ്റിയെ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അഭിമാനത്തെക്കാൾ സംരക്ഷിക്കപ്പെടേണ്ടതായി ഒന്നുമുണ്ടെന്ന് തോന്നുന്നില്ല. അഭിമാനക്ഷതമേൽപ്പിക്കലാണ് ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ എളുപ്പമെന്ന് കാലങ്ങളായി നിരീക്ഷിച്ചു വിജയിച്ച ഉപായമാണ്. അതാണ് കൊച്ചിയിൽ നിന്നും കഴിഞ്ഞയാഴ്ച കേരളം കേട്ട വാർത്തകളിലൊന്ന്. ജീവനക്കാരെ കഴുത്തിൽ ബെൽറ്റിട്ട് നായകളെപ്പോലെ നടത്തിച്ച സംഭവം ദൃശ്യങ്ങളായും നമ്മുടെ മുന്നിലെത്തിയിരുന്നു. ടാർഗറ്റ് തികയ്ക്കാത്തതിനുള്ള ശിക്ഷാമാർഗമെന്നോ മറ്റോ വിശദീകരണങ്ങളും ഒപ്പം വന്നു. പിന്നീടത് മുൻ ജീവനക്കാരന്റെ പകപോക്കലെന്ന മട്ടിൽ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു, വാർത്തയല്ലാതായി. എന്തിന്റെ പേരിലായാലും അതൊരു ഇനാക്ട്മെന്റ് ആയിരുന്നില്ല. നാടകത്തിനോ മറ്റേതെങ്കിലും രംഗാവിഷ്കാരത്തിനോ ആയിരുന്നില്ല. ആ തൊഴിലിടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അന്തസ്സോടെ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതിന്റെ തെളിവായി സമൂഹം ആ വീഡിയോ ദൃശ്യങ്ങളെ കണ്ടു. യോസയുടെ നോവലിൽ മിലിറ്ററി സ്കൂളിലെ സീനിയർ കേഡറ്റുകൾ നവാഗതരെ നായകളെപ്പോലെ കണ്ടിരുന്നു എന്നത് അക്കാലത്തെ പെറുവിലെ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സാമൂഹ്യ അന്തരീക്ഷം സൂചിപ്പിക്കാനുള്ള ബിംബകൽപ്പനയായിരുന്നു. ഇന്ന് സമാനമായ സാഹചര്യം നമ്മുടെ സമൂഹത്തിലുമുണ്ട് എന്നതിന്റെ യഥാർത്ഥ കാഴ്ചയാണ് ജീവനക്കാർക്ക് നായകളെപ്പോലെ നടക്കേണ്ടി വന്നതിന്റെ ദൃശ്യങ്ങൾ. സമാനമായ ശിക്ഷാവിധികളില്ലെങ്കിലും നമ്മുടെ ചുറ്റിനുമുള്ള എത്രയെത്ര സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്ന പെരുമാറ്റങ്ങൾ മേൽജീവനക്കാരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ റാഗിംഗ് എന്ന പേരിൽ അഭിമാനക്ഷതമേൽക്കുന്നുണ്ട്. അധികാരമുള്ളവൻ അതില്ലാത്തവനെ, പണമുള്ളവൻ അതില്ലാത്തവനെ, അവന്റെ ജീവിതത്തെ തകർക്കുന്നുണ്ട്. അങ്ങനെ ബാലൻസ് തെറ്റുന്ന എത്രയെത്ര മനുഷ്യരുണ്ടാകും നമ്മുടെ ചുറ്റിനും. താഴെ വീണ് തകർന്നുപോയ എത്രയെത്ര ജീവിതങ്ങളുണ്ടാകും. യോസയുടെ നോവലിന്റെ പേര് പോലെ ദ സിറ്റി ആൻഡ് ദ ഡോഗ്സ് നമ്മുടെ കാലത്തിന്റെ പേരുകൂടിയാണ്.